ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള നവോത്ഥാന നായകന്മാരിൽ മക്തിത്തങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്തിത്തങ്ങൾ. മക്തിത്തങ്ങളുടെ ആദ്യത്തെ കൃതി ഏത്? കടോര കുടോരം. മക്തിത്തങ്ങളുടെ ആദ്യത്തെ കൃതിയാണ് കടോര കുടോരം. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? മക്തിത്തങ്ങൾ. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മക്തിത്തങ്ങൾ. മുഹമ്മദീയ സൊസൈറ്റി സ്ഥാപിച്ചതാര്? മക്തിത്തങ്ങൾ. മുഹമ്മദീയ സൊസൈറ്റി സ്ഥാപിച്ചത് മക്തിത്തങ്ങളാണ്. അറബി മലയാളത്തിൽ മക്തിത്തങ്ങൾ രചിച്ച കൃതി ഏത്? മരുമക്കത്തായം. അറബി മലയാളത്തിൽ മക്തിത്തങ്ങൾ രചിച്ച കൃതിയാണ് മരുമക്കത്തായം. മക്തിത്തങ്ങളുടെ ശ്രദ്ധേയമായ മറ്റൊരു കൃതി ഏത്? മുസ്ലിം ജനവും വിദ്യാഭ്യാസവും. മക്തിത്തങ്ങളുടെ ശ്രദ്ധേയമായ മറ്റൊരു കൃതിയാണ് മുസ്ലിം ജനവും വിദ്യാഭ്യാസവും. മക്തിത്തങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് എഴുതിയ ജീവചരിത്രമേത്? നബി നാണയം. മക്തിത്തങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് എഴുതിയ ജീവചരിത്രമാണ് നബി നാണയം. മക്തിത്തങ്ങളെക്കുറിച്ചിട്ടുള്ള ഫാക്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മോക്ക് ടെസ്റ്റ് ചെക്ക് ചെയ്യാം. മക്തിത്തങ്ങളുടെ ആദ്യത്തെ കൃതി ഏത്? മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? മുഹമ്മദീയ സൊസൈറ്റി സ്ഥാപിച്ചതാര്? അറബി മലയാളത്തിൽ മക്തിത്തങ്ങൾ രചിച്ച കൃതി ഏത്? മക്തിത്തങ്ങളുടെ മറ്റൊരു ശ്രദ്ധേയമായ കൃതി ഏത്? മക്തിത്തങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് എഴുതിയ ജീവചരിത്രമേത്? മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആൻസർ കീ ചെക്ക് ചെയ്യാം. മക്തിത്തങ്ങളുടെ ആദ്യത്തെ കൃതി ഏത്? കടോര കുടോരം. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? മക്തിത്തങ്ങൾ. മുഹമ്മദീയ സൊസൈറ്റി സ്ഥാപിച്ചതാര്? മക്തിത്തങ്ങൾ. അറബി മലയാളത്തിൽ മക്തിത്തങ്ങൾ രചിച്ച കൃതിയാണ് മരുമക്കത്തായം. മക്തിത്തങ്ങളുടെ ശ്രദ്ധേയമായ മറ്റൊരു കൃതി ഏത്? മുസ്ലിം ജനവും വിദ്യാഭ്യാസവും. മക്തിത്തങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് എഴുതിയ ജീവചരിത്രമേത്? നബി നാണയം. ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് ഈ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് തുടരുക. താങ്ക്